നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 678th day. Today Pradhamaskanda 5th chapter 7th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 648 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ത്വംപര്യടന്നർക്ക ഇവ ത്രിലോകി മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മധോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷുഃ. ഓം തത്സത്. ത്വംപര്യടന്നർക്ക ഇവ ത്രിലോകി അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മധോ വ്രതൈഃ നാദസ്യ മേ ന്യൂനമലം വിചക്ഷുഃ. ഓം തത്സത്. ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകി അന്തശ്ചരോ ഇവ ത്രിലോകി അന്തശ്ചരോ വായുർ ഇവ ആത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതഃ വ്രതൈ സ്നാതസ്യ മേ ന്യൂനം അമലം വിചക്ഷുഃ എന്നാണ് തിരിക്കേണ്ടത്. ന്യൂനം അലം. ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവ്, അലം ഏറ്റവും അധികമായിട്ടുള്ള ന്യൂനം വിചക്ഷുഃ ഊഹിച്ചാലും. അതായത് വ്യാസഭഗവാൻ നാരദമുനിയെ കഴിഞ്ഞ ശ്ലോകത്തിൽ എപ്രകാരമുള്ള നാരദമുനിയാണെന്ന് പറഞ്ഞ് ഭഗവാന്റെ സർവ്വരഹസ്യവും അറിയാവുന്ന ആ നാരദമുനിയോട് പറയുകയാണ്, അവിടുന്ന് എല്ലാവരെയും സൂര്യനെ പോലെ അർക്ക ഇവ. ത്വം അവിടുന്ന് അർക്ക ഇവ സൂര്യനെ പോലെയും ത്രിലോകി 3 ലോകത്തിലെയും അന്തശ്ചര ഉള്ളിൽ സഞ്ചരിക്കുന്ന വായു എന്ന പോലെയും പര്യടൻ സഞ്ചരിക്കുന്ന ത്വം അങ്ങുന്ന് ആത്മസാക്ഷി ആത്മാവിൻ്റെ സാക്ഷിയാകുന്നു. പരാവരെ പരമായും അപരമായും ഇരിക്കുന്ന പരാവരെ പരമായും അപരമായും ഇരിക്കുന്ന ബ്രഹ്മണി ബ്രഹ്മത്തിൽ ധർമ്മം കൊണ്ടും വ്രതങ്ങൾ കൊണ്ടും സ്നാതസ്യ മുങ്ങിയിരിക്കുന്ന മേ എൻ്റെ അലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികമായിട്ടുള്ള ന്യൂനം കുറവ്, ന്യൂനത്തെ വിചക്ഷ ഊഹിച്ചാലും. എല്ലാവിധ വ്രതത്തിലും ധർമ്മത്തിലുമാണ് ഞാൻ ഉള്ളത്. അതായത് വ്യാസമുനി പറയുകയാണ്, വ്യാസമുനി ധർമ്മിഷ്ഠനാണ്, എല്ലാവിധ വ്രതങ്ങളും അനുഷ്ഠിക്കുന്നവരാണ്, സർവത്വവും രചിച്ചവരാണ്. എന്നിട്ടും എന്തോ ഒരു ന്യൂനത എനിക്കുണ്ട്. ആ ന്യൂനത എന്താണെന്ന് അർക്കനെ പോലെ സൂര്യനെ പോലെ വായുവിനെ പോലെയും ഈ ലോകത്തുള്ള സർവത്തിലും ആത്മസാക്ഷിയായിട്ട് സഞ്ചരിക്കുന്നവനായിട്ടുള്ള നാരദമുനിയെ അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. അവിടുന്ന് എല്ലാത്തിനും സാക്ഷിയാണ്, ആത്മാവിൻ്റെ സാക്ഷിയാണ്. അവിടുന്ന് പര്യടൻ സൂര്യനെ പോലെ അർക്കൻ പര്യടൻ അർക്ക ഇവ ത്രിലോകി അന്തശ്ചരോ വായു. അതായത് വായുവിനെ പോലെയും സൂര്യനെ പോലെയും സഞ്ചരിക്കുന്ന ഈ 3 ലോകത്തിലും സഞ്ചരിക്കുന്ന അവിടുന്ന് ആത്മസാക്ഷിയായിട്ടുള്ള അവിടുന്ന്
ഈ ബ്രഹ്മത്തിൻ്റെ പരാപരമായിട്ടിരിക്കുന്ന ഈ ബ്രഹ്മത്തിൽ ധർമ്മം കൊണ്ടും വ്രതം കൊണ്ടും ഒക്കെ മുങ്ങിയിരിക്കുന്ന മുങ്ങിയിരിക്കുന്ന എൻ്റെ കുറവ്, ഏറ്റവും അധികമായിട്ടുള്ള കുറവ് വിചക്ഷ ഊഹിച്ച് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷീ പരാവരേ ബ്രഹ്മണി ധർമ്മദോ വ്രതേ ജ്ഞാതസ്യ നേനൂനമലം വിചക്ഷ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.